ഭാരതത്തിൽ ഹിന്ദു ജനസംഖ്യ 7.82% കുറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിലാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അനധികൃത കുടിയേറ്റവും മതപരിവർത്തനവും കാരണമാണ് മറ്റു സമുദായങ്ങളിൽ ജനസംഖ്യാ വർധനവുണ്ടായതെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി. Given this large increasing population of one minority religion, the Muslims, and on top of that some political parties wanting to alter the constitution and give religion-based reservation to the Muslim community, what will that deadly combination of growth in population and reservations, what will the effect of that be on other much more deprived communities like OBCs, SCs and STs? These are important questions that need to be asked. This report is an important report, and I hope these questions are asked and answered, because these are questions that will answers which will define the future of India, that will define the inclusivity and equal opportunities that OBCs, SCs, STs also deserve in our country as India grows. So these are important questions, and I hope that we will all sit together collectively and answer the questions that have been raised by this report. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഹിന്ദു ജനസംഖ്യ ഭാരതത്തെ 7.82% കുറഞ്ഞ സാഹചര്യം പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിലാണല്ലോ ഇതുള്ളത്. പക്ഷേ അതേസമയത്ത് ഈ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ് വിഭാഗങ്ങളിൽ ഗണ്യമായ വർധനയുണ്ടായത് ഏറ്റവും കൂടുതൽ ഈ മുസ്ലിം ജനസംഖ്യയുടെ കാര്യത്തിലാണ് 43% എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്? എങ്ങനെ നമുക്ക് പൊതുവെ വിലയിരുത്താം? ലക്ഷ്മി, 1950-നും 2015-നും ഇടയിലുള്ള 65 വർഷക്കാലത്തെ രാജ്യത്തെ ജനസംഖ്യയെക്കുറിച്ച് നടത്തിയ പഠനമാണ് ഈ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് 1951 ഇന്ത്യയിൽ നടന്ന സെൻസസിൽ ഹിന്ദുക്കളുടെ എണ്ണം 84.10%. എന്നാൽ 65 വർഷത്തിന് ശേഷം ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് 77.52% കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 7.82% കുറവാണ് ഈ കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറുവശത്ത് ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 1951 സെൻസസ് പ്രകാരം 9.84% മുസ്ലിങ്ങളുടെ എണ്ണം 2015 ഇത് 14.09% ഉയർന്നു എന്നുള്ളതാണ്. അതായത് ഈ കാലയളവിൽ മുസ്ലിം ജനസംഖ്യയിൽ 43.15% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെയാണ്. വളരെ ഗൗരവത്തോടുകൂടി ഭാരതീയർ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക സമിതി ഉപദേശക റിപ്പോർട്ട് അത് കാര്യമായി തന്നെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിഭാഗത്തിന് സംവരണം നൽകാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് അത് ഗൗരവമായി പരിഗണിക്കണം. മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായ വർധനവ് അത് കണക്കിലെടുത്ത് ഭരണഘടനയിലും മാറ്റം വരുത്തുവാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ അനധികൃത കുടിയേറ്റവും മതപരിവർത്തനവുമാണ് ജനസംഖ്യയിൽ ഉണ്ടായ ഈ വർധനവിന് കാരണമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു. ഒരു ന്യൂനപക്ഷ സമുദായം മാത്രം ക്രമാതീതമായി അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് പട്ടികജാതി, പട്ടികവർഗ, OBC വിഭാഗങ്ങളുടെ സംവരണത്തെ ബാധിച്ചേക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു. ലക്ഷ്മി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.